ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന റീറ്റെയിൽ ശൃംഖലകളിൽ ഒന്നാണ് ലുലു ഗ്രൂപ്പ്. ഇതിൻ്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമാണ് എം.എ. യൂസഫ് അലി. തൃശൂരിൽ ജനിച്ച യൂസഫ് അലി കഠിനാധ്വാനത്തിലൂടെയാണ് ബിസിനസ് വിജയത്തിൻ്റെ കൊടുമുടികൾ താണ്ടിയത്. മൂല്യങ്ങളാണ് ബിസിനസ് വിജയത്തിൻ്റെ അടിത്തറ എന്ന് വിശ്വസിക്കുന്ന, കച്ചവടക്കാരൻ എന്ന വിളി കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എം.എ. യൂസഫ് അലി. 2005 പ്രവാസി ഭാരതീയ സമ്മാൻ അദ്ദേഹത്തിന് ലഭിച്ചു. 2008 രാജ്യം പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ചു. ലോകത്തിലെ ശതകോടീശ്വരന്മാരിൽ ഒരാളായ എം.എ. യൂസഫ് അലി ഫോബ്സിന്റെ ലോക സമ്പന്നരുടെ പട്ടികയിലും ഇടം നേടിയിട്ടുണ്ട്. തൃശൂർ നാട്ടിക മുസ്ലിയാം വീട്ടിൽ അബ്ദുൽ ഖാദറിന്റെയും സഫിയയുടെയും മകനായി 1955 നവംബർ 15 ജനിച്ചു. ചെറുപ്പത്തിൽ വക്കീലാകാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. എന്നാൽ തൃശൂർ നാട്ടിക മുസ്ലിയാം കുടുംബം പാരമ്പര്യമായി കച്ചവടം നടത്തി പോന്നവരായിരുന്നു. പിതാവടക്കമുള്ള കുടുംബാംഗങ്ങൾക്ക് പല വ്യഞ്ജനക്കടയുണ്ടായിരുന്നു. യൂസഫ് അലിയും പതുക്കെ വ്യാപാരത്തിന്റെ ലോകത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. നാട്ടിക മാപ്പിള ലോവർ പ്രൈമറി സ്കൂൾ, ഗവൺമെന്റ് ഫിഷറി സ്കൂൾ, കാരാഞ്ചിറ സെന്റ് സേവിയേഴ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കി. ഇതിനുശേഷം ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം അഹമ്മദാബാദിലേക്ക് പോവുകയുണ്ടായി. അവിടെ പിതാവും ബന്ധുക്കളും നടത്തിയിരുന്ന എം.കെ. ബ്രദേഴ്സ് ജനറൽ സ്റ്റോറിൽ നിന്ന് ബിസിനസിന്റെ ആദ്യ പാഠങ്ങൾ കരസ്ഥമാക്കി. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആളുകളുടെ ഒഴുക്ക് തുടങ്ങിയ നാളുകളായിരുന്നു 1970 ആദ്യ പകുതി. യൂസഫ് അലിയും ഗൾഫിൽ പോകാനും അവിടെ ചെന്ന് ബിസിനസ് നടത്താനും ആഗ്രഹിച്ചു. അങ്ങനെ 1973 ഡിസംബറിൽ ക്രിസ്മസ് പിറ്റേന്ന് അദ്ദേഹം ദുംറ എന്ന കപ്പലിൽ യാത്ര ആരംഭിച്ചു. ഡിസംബർ 31 ദുബായ് റാഷിദ് പോർട്ടിൽ കപ്പലിറങ്ങി. യൂസഫ് അലിയുടെ പിതാവിന്റെ അനുജനായ എം.കെ. അബ്ദുള്ളയ്ക്ക് ഗൾഫിൽ പല വ്യഞ്ജന കച്ചവടമുണ്ടായിരുന്നു. പ്രതീക്ഷകൾക്ക് വിപരീതമായ കാലാവസ്ഥയാണ് ഗൾഫിൽ ഉണ്ടായിരുന്നത്. 50 ഡിഗ്രിക്ക് മുകളിൽ വരെ ചൂടേറുന്ന രാത്രികളിൽ താമസ സ്ഥലത്തെ ടെറസിൽ വെള്ളം നനച്ചുപോലും യൂസഫ് അലിക്ക് ഉറങ്ങേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ പ്രതികൂലമായ കാലാവസ്ഥകൾ ആ ചെറുപ്പക്കാരനെ അല്പം പോലും തളർത്തിയില്ല.